ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം 24 മണിക്കൂർ പോരാ, നമുക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്ന്. പക്ഷേ ആ 24 മണിക്കൂർ കൊണ്ട് കോടികൾ സമ്പാദിക്കുന്നവരുണ്ട്, പുതിയ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ സമയത്തിനാണോ പ്രശ്നം, അത് ടൈം മാനേജ്മെന്റോ? സമയം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്ന രീതിയാണ് ഡിഫറെന്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ്മാൻമാർക്കും എല്ലാവർക്കും നമുക്ക് സമയം ഒരേപോലെയാണ്. ചിലർ ഡേ ഫുള്ള് ബിസി ആയിരിക്കും, പക്ഷെ ഒരു കാര്യത്തില് എൻഡ് ഓഫ് ദ ഡേ അവർ നോക്കുമ്പോൾ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ചിലര് ദിവസത്തിൽ കുറച്ച് സമയം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിലും അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. നമ്മൾ ബിസി ആയിരിക്കുക എന്നുള്ളതല്ല സക്സസ് എന്ന് പറയുന്നത്, നമ്മൾ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആണ്, അതാണ് നമ്മുടെ സക്സസ്. ഇന്ന് ഞാൻ ടൈം മാനേജ്മെന്റിന് എനിക്ക് യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഗോൾ ഇല്ല എങ്കിൽ നമ്മൾ പലപ്പോഴും അലസരായി പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്നുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം നമ്മൾ ചൂസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ കാണുന്നിടത്ത് ഇറങ്ങുക, വീണ്ടും അവിടെ നിന്ന് എങ്ങോട്ടേലും അടുത്ത ബസ് കയറുക, വീണ്ടും കാണുന്നിടത്ത് ഇറങ്ങുക. അങ്ങനെ നമ്മൾ ഒരു എക്സാക്ട് പ്ലേസിലേക്കല്ലാതെ നമ്മുടെ യാത്ര ഇങ്ങനെ എവിടെ എത്താതെ അവിടെ എവിടെയൊക്കെ ആയിപ്പോവും. അപ്പൊ നമ്മുടെ ലൈഫിൽ എക്സാക്ട് ഗോൾ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗോളിന് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഡേ ടു ഡേ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തതാണ് റൂൾ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. റൂൾ ഓഫ് പ്രൊഡക്ടിവിറ്റി, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ദിവസം മുഴുവൻ ബിസി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല. നമ്മൾ ഒരു ദിവസം 2 മണിക്കൂറേ ചെയ്തുള്ളൂ എങ്കിലും അത് പ്രൊഡക്റ്റീവ് ആണ് എങ്കിൽ നിങ്ങൾ ആ മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഡേ ഫുള്ള് ബിസി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറയുന്നത് ടൈം ബ്ലോക്കിംഗ് ആണ്. നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണോ ഒരു സമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു ടൈം പീരീഡ് വെക്കുക. അതായത് നമ്മൾ രാവിലെ നടക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 7 തൊട്ട് 8 വരെ നടക്കുക, അതിനുശേഷം 8 തൊട്ട് 9 മണി വരെ റീഡ് ചെയ്യുക. അപ്പം ആ കറക്റ്റ് ടൈം ലൈൻ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. അതിനുശേഷം നമ്മൾ മസ്റ്റ് ആയിട്ടും ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുക്കുന്നത് മൂലം നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ സഹായിക്കും. ടിപ്പ് നമ്പർ 4 ആണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ ഫോൺ സൈലന്റിൽ ഇടുക. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുകയൊക്കെയാണ് എങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ, നോട്ടിഫിക്കേഷൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. പിന്നെ ആ കാര്യത്തിലേക്കായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നത്. അത് ആ മെസ്സേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ അത് ആ സൗണ്ട് എവിടെ നിന്ന് വന്നതായിരിക്കും. അപ്പം മാക്സിമം ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുന്നത് മൂലം നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 5 ആണ് 2 മിനിറ്റ്സ് റൂൾ. നമുക്ക് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. അതായത് ഒരു ടേബിൾ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്, അപ്പൊ തന്നെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ വർക്കുകൾ കുന്നുകൂടി കിടക്കാതിരിക്കാൻ അത് സഹായിക്കും. അടുത്തത് എന്ന് പറയുന്നത് ലേൺ ടു സേ നോ. നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ എല്ലാരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. നമ്മള് എപ്പോഴും എസ് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അത് പറയുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഓർത്താണ് പലപ്പോഴും പലരും എസ് പറയുന്നത്. പക്ഷെ നമ്മുടെ ആ ഓരോ എസ്സുകളും നമ്മുടെ ഗോളിനെതിരെയുള്ള നോകളാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് എസ് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഗോൾസിന് അവര് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ബിഹേവ് ചെയ്യുക. നോ പറയാൻ നിങ്ങൾ പഠിക്കുക. പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ കിടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് നാളത്തെ കാര്യങ്ങളൊന്ന് റഫായിട്ട് പ്ലാൻ ചെയ്യണം. രാവിലെ എഴുന്നേക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് റഫായിട്ട് പ്ലാൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക.
അപ്പം അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കും. നിങ്ങൾ എന്തെങ്കിലും മറന്നു പോകാതെ ഒക്കെ ഇരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ ജോലി ചെയ്യുക എന്നുള്ളതല്ല, ശരിയായ ജോലി ശരിയായ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് മുതൽ ഒരു 90 ദിവസത്തേക്ക് ഈ ടിപ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ്സായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓർക്കുക, സമയം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്ന രീതിയാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്.